അതുകൊണ്ട് നമ്മളെ ശക്തിയും നമ്മളെ പ്രശ്നങ്ങളും നമ്മളെ സ്വഭാവ ദൂഷ്യങ്ങളെല്ലാം ആർക്കും അറിയാൻ പറ്റണം, മക്കൾക്ക് അറിയാൻ പറ്റണം. അപ്പോൾ മക്കൾ മോശമാകുന്നതിന് ആരാ കാരണം എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സൂപ്പർവൈസറി പ്രോബ്ലംസ് നിങ്ങളെ ഭാര്യ അറിയണം, നിങ്ങളെ മക്കളോട് നിങ്ങൾ ഷെയർ ചെയ്യണം. ഈ പ്രതിസന്ധികളെല്ലാം നിങ്ങളിങ്ങനെ ചർച്ച ചെയ്യുമ്പോഴില്ലേ നിങ്ങളെ ഭാരങ്ങൾ ഇങ്ങനെ കുറയും. ശരിയാണോ തെറ്റാണോ? നിങ്ങളിത് മനസ്സിൽ വെച്ച് സൂക്ഷിച്ച് നടക്കേണ്ട കാര്യമല്ല. ഭാര്യനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കള്ളത്തരം പറയരുത്. നിങ്ങളെ പ്രശ്നങ്ങൾ അറിഞ്ഞ് ഇങ്ങനെയാണ് എൻ്റെ ഭർത്താവ് പോറ്റുന്നതെന്ന് മനസ്സിലാക്കിയല്ലേ നിങ്ങളെ ഭാര്യ നിങ്ങളോട് ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അങ്ങോട്ടല്ല കോന്നപ്പൻ്റെ ഓടി ഓളങ്ങ് പോകും. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ നല്ലൊരു ഭാര്യയാവുക, നല്ല ഭർത്താവുക, നല്ല അമ്മയും അച്ഛനും. അല്ല ചങ്ങായി, എനിക്കെൻ്റെ അച്ഛനും അമ്മയും ഉമ്മ തരുത്തുണ്ടാവും. എപ്പാ തന്ന ലാസ്റ്റ് ഉമ്മ? ഓർമ്മയില്ല. ഓൻ കണ്ടു വളരുന്ന സകല ഉമ്മയാ. ഓനാറ്റ അങ്ങോട്ടല്ല പെണ്ണ് ഉമ്മ കൊടുത്തിട്ട് ഓനങ്ങ് പോകും. അല്ല, നിങ്ങൾ ഭാര്യക്ക് ഉമ്മയെല്ലാം കൊടുക്കുന്നുണ്ടാ? അല്ല, നിങ്ങൾക്ക് ഭർത്താവ് ഉമ്മയെല്ലാം തരുന്നുണ്ടാ? ഉണ്ടാ? ഒന്നും ഇവിടെ നടക്കുന്നില്ല, പ്രശ്നം തന്നെയാ. അതുകൊണ്ട് ഒരു കാര്യം ഓർമ്മിച്ചോളി, മക്കൾക്ക് നിങ്ങൾ ഉമ്മ കൊടുത്തിക്കില്ല അങ്ങോട്ടല്ല കോന്തപ്പം കൊടുക്കും, ഓളങ്ങ് പോവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഭർത്താവെ നിങ്ങൾ ഭാര്യക്ക് കൊടുത്തിക്കില്ല, എന്നെ പോലത്തെ കോന്തപ്പം റോഡുമ്മലുണ്ട്, വാട്സപ്പും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എൻ്റെ ഓടി ഇങ്ങ് പോരും. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വടകര ക്ലാസ് എടുക്കുമ്പോൾ ചോദിച്ചു, അല്ല ഭർത്താവെ നിങ്ങൾ കൊടുക്കുന്ന ഉമ്മ ഞാൻ കൊടുക്കണോന്ന്. ഒരു ഭർത്താവ് എണീറ്റിട്ട് പറഞ്ഞെന്നറിയോ, ഇഞ്ഞി കൊടുത്തിട്ട് പണ്ടാരത്തിന് ഇഞ്ഞി തന്നെ അങ്ങ് കൂട്ടിക്കോന്നു. മനസ്സിലായി? ഇതൊന്നും വേണ്ടട്ടോ, നമ്മളെ ഭാര്യന ഏതായാലും ഈ ജന്മത്തിൽ നമ്മൾ ഉമ്മ കൊടുത്തും സ്നേഹിച്ചു ഉമ്മളോട് തന്നെ ചേർത്ത് പിടിക്കണം.